അനേക അത്ഭുതങ്ങൾ നമ്മുടെ കർത്താവ് ചെയ്തു. തൻ്റെ അടുക്കൽ വന്ന ആരും നിരാശയോടെ പോയിട്ടില്ല. വന്നവർക്കെല്ലാം യേശു വിടുതൽ കൊടുത്തു. അങ്ങനെ നാം ഇന്നലെ ചിന്തിച്ചു വന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ അത്ഭുതം ഇന്നലെ ചിന്തിച്ചല്ലോ. കാനാവിലെ കല്യാണ വീട്ടിൽ ക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. അതായിരുന്നു ആദ്യത്തെ അത്ഭുതം. ആ 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. 2:11. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് തന്റെ മഹത്വം വെളിപ്പെടുത്തി. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി. ആദ്യത്തെ അടയാളം കാനാവിലെ കല്യാണ വീട്ടിൽ ക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. ഇന്നലെ അതിനെപ്പറ്റി ചില കാര്യങ്ങൾ നമ്മൾ ശാന്തമായിട്ടൊന്ന് ചിന്തിച്ചു. ആ കല്യാണ വീട്ടിൽ അല്പം പ്രതിസന്ധി, വീഞ്ഞ് പോരാതെ വരിക. അപ്പോൾ ഇന്നലെ ചിന്തിച്ചതിൻ്റെ തുടർമാനം, കലവറക്കാര് കമ്മിറ്റി കൂടി യേശുവിൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ ഇടയ്ക്കൊന്ന് നിൽക്കണം, മോനോട് ചെന്ന് കാര്യം പറയണം, വീഞ്ഞ് തീർന്നു. അപ്പോൾ അമ്മ നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ മധ്യസ്ഥതയ്ക്ക് നിന്നതാ. അത് അത്ര വിജയിച്ചില്ല. അപ്പോൾ യേശു ചോദിച്ചു, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ഞാന് ഈ അമ്മയെ പറ്റി ചിലര് അറിവില്ലാത്തത് കൊണ്ട് ആക്ഷേപിച്ച് പറയുന്നവരുണ്ട്. യേശുക്രിസ്തുവിന്റെ അമ്മ മറിയം ആ മാന്യ മാതാവിനെ അധിക്ഷേപിച്ച് പറയുന്നുണ്ട്. എനിക്കതിനോട് യോജിപ്പില്ല. കാരണം ഇതുപോലെ വിവരമുള്ള ഒരമ്മ ഉലകത്തിലുണ്ടായിട്ടില്ല. ഏതാ? യേശുവിന്റെ അമ്മയെ പോലെ വിവരമുള്ള, അറിവുള്ള, പരിജ്ഞാനമുള്ള, തന്മയത്വമുള്ള ഒരമ്മ വേറെ ഇല്ല. ധാരാളം അമ്മമാരുണ്ട്. അമ്മ മല്ലപ്പള്ളി, അമ്മ തിരുവല്ലായില്, അമ്മ എറണാകുളത്ത്, അമ്മ കോഴിക്കോട്ട്, അമ്മ ന്യൂയോർക്കില്. ഇങ്ങനെ ധാരാളം അമ്മമാരുണ്ട്. അമ്മയുണ്ട്, അമ്മുമ്മയുണ്ട്, വല്യമ്മയുണ്ട്. എന്നാൽ ഇതുപോലെ വിവരമുള്ള ഒരമ്മ ഉലകത്തിലുണ്ടായിട്ടില്ല. കാരണം കർത്താവ് ചോദിച്ചു, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. അന്നേരം അമ്മ വിവരമുള്ള അമ്മ ആയതുകൊണ്ട് പിള്ളേരുടെ ഭാഷ പറഞ്ഞ ന്യൂട്രൽ അവിടെ നിന്ന് വലിഞ്ഞു. അമ്മയ്ക്ക് മനസ്സിലായി, ഇടയ്ക്ക് നിന്നാൽ ഇവിടെ ശരിയാകുകയില്ല, വിജയിക്കത്തില്ല. അതാ വിവരമുള്ള അമ്മയുടെ ലക്ഷണം. അമ്മ നേരെ അവിടുന്ന് വലിഞ്ഞതിന് ശേഷം ശുശ്രൂഷക്കാരോട് പറഞ്ഞു, കീവറീച്ച, ഞാൻ ഇടയ്ക്ക് നിൽക്കുന്നില്ല, വിജയിക്കത്തില്ല. കീവറിച്ചാനും ഇടയ്ക്ക് നിൽക്കരുത്. മനസ്സിലായോ? ഞാൻ ഇടയ്ക്ക് നിൽക്കുന്നില്ല, നിന്നാൽ വിജയിക്കത്തില്ല. കീവറിയച്ചനും ഇടയ്ക്ക് നിൽക്കണ്ട. അന്തോനിയോസിനോടും പറഞ്ഞോണം, ഇടയ്ക്ക് നിൽക്കരുത്. സ്തോത്രം ഉണ്ടല്ലോ. അവരോടെല്ലാം പറഞ്ഞോണം, ഇടയ്ക്ക് നിൽക്കണ്ട, ഇടയ്ക്ക് നിന്നാൽ ശരിയാകുകയില്ല. സ്തോത്രം. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതങ്ങ് ചെയ്താൽ മതി. അതാ ഈ വിവരമുള്ള അമ്മയാന്ന് പറയുന്നത്. സ്തോത്രം. ഇതുപോലെ അറിവുള്ള, വിവരമുള്ള, പരിജ്ഞാനമുള്ള ഒരമ്മ വേറെ ഇല്ല. ഞാൻ ഇടയ്ക്ക് കയറി പറയാം, വിവരമുള്ള ഒരമ്മയെ കിട്ടിയാൽ നീ ഭാഗ്യവാനാ. ബോധക്കേടുള്ള തള്ളയാണെങ്കിൽ നിന്റെ ആയുസ് രക്ഷപ്പെടുകയില്ല. അങ്ങനെയുള്ള ധാരാളം എണ്ണമുണ്ട്. യാതൊരു വെളിവും വെള്ളിയാഴ്ചയില്ല. നമ്മൾ ചെന്ന് ചോദിക്കാം, അമ്മേ ജോയിക്കുട്ടി ഉണ്ടോ? എതിലേ പോയെന്ന് ആർക്കറിയാം? ഓയ്ക്കുട്ടി. വിവരമില്ലാത്ത ധാരാളം എണ്ണമുണ്ട്.
വീട്ടിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകട്ടെ, ഉടനെ പെരക്കകത്ത് നിന്ന് മിറ്റത്തോട്ട് ചാടി നൈറ്റി എടുത്ത് കുത്തി എട്ടുനാടും പോട്ടെ അലറുക. എങ്ങനെ അവരുടെ കൂടെ ജീവിക്കും? അതേസമയം അറിവുള്ള, വിവരമുള്ള, പരിജ്ഞാനമുള്ള ഒരു അമ്മയുണ്ടെങ്കിൽ, എൻ്റെ ഭാഷയാ, വിശേഷിച്ച് പ്രാർത്ഥിക്കുന്ന അമ്മയാണെങ്കിൽ, ഒന്നുകൂടെ പറഞ്ഞാൽ ആരാധിക്കുന്ന ഒരമ്മയാണെങ്കിൽ, ദൈവഭക്തിയുള്ള ഒരമ്മയാണെങ്കിൽ, നീ നിന്റെ കുടുംബവും രക്ഷപ്പെടും. ജീസസ്, ഹല്ലേലൂയ. എൻ്റെ വിഷയം അമ്മ എന്നുള്ളതല്ലല്ലോ, അതുകൊണ്ട് ആ ഭാഗത്ത് അധികം നിൽക്കുന്നില്ല. എന്തായാലും യേശുക്രിസ്തുവിൻ്റെ അമ്മ ഇതുപോലെ മാന്യായ, അറിവുള്ള, പരിജ്ഞാനമുള്ള, പക്വതയുള്ള, വിവരമുള്ള, വിവേകമുള്ള നല്ല ഒരമ്മയാണ്. സ്തോത്രം, സ്തോത്രം. ആട്ടെ, അതുകൊണ്ട് ഈ അമ്മ വന്ന് ശുശ്രൂഷക്കാരോട് പറഞ്ഞു, അവൻ എന്തേലും കൽപ്പിച്ചാൽ നിങ്ങൾ ചെയ്യൂ, അത് ചെയ്താൽ മതി, പാരമ്പര്യമൊന്നും നിങ്ങൾ നടത്തണ്ട. പണ്ട് എഴുതി വെച്ച പല കാര്യമുണ്ട്, അതൊന്നും നിങ്ങൾ നടത്തണ്ട. അവിടുന്ന് എന്തേലും കൽപ്പിച്ചാൽ അതങ്ങ് ചെയ്താൽ മതി. ആമേൻ, ജീസസ്. സ്തോത്രം. മാമൂലുകളൊന്നും നിങ്ങൾ ആചരിക്കണ്ട. പിന്തുടർച്ചകളായി ചില കാര്യങ്ങളുണ്ട്, ആചാര അനുഷ്ഠാനങ്ങൾ, അതൊന്നുമല്ല വിഷയം. അവൻ എന്തേലും കൽപ്പിച്ചാൽ അത് ചെയ്യണം. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ അമ്മ അറിവുള്ള, വിവരമുള്ള അമ്മയാണ്. നമ്മൾ ഇന്നലെ ചിന്തിച്ച് നടത്തിയത്, ഈ പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിൽ വീട്ടുകാര് അപമാനിക്കപ്പെടാൻ പോകുന്ന രംഗമാണ്. അവര് വളരെ പ്രയാസം അനുഭവിച്ച ഒരു സന്ദർഭമാണ്, നിന്നതരാകുന്ന ഒരു രംഗമാണ്. അപ്പൊ ഈ സന്ദർഭത്തിൽ അമ്മ നേരെ യേശുവിന്റെ അടുക്ക ചെന്നു. അതാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. അമ്മ അറിവുള്ള അമ്മയാ, യേശുവിന്റെ അടുക്ക ചെന്നു. അതെന്താ ഈ അമ്മ യേശുവിന്റെ അടുക്കൽ പ്രശ്നം വന്നപ്പോ ചെന്നത്? കാരണം അവിടുന്ന് ആരാണെന്ന് അമ്മയ്ക്ക് നല്ല ഉറപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ വകതിരിവുള്ള ഒരു അമ്മയാ. യേശു ആരാണെന്ന് അമ്മയ്ക്കറിയാം, ശുശ്രൂഷക്കാരാരാണെന്ന് അമ്മയ്ക്കറിയാം, വിരുന്നുവാഴി ആരാണെന്ന് അമ്മയ്ക്കറിയാം, ആ വീട് ആമേൻ ആരുടെ വീടാന്ന് അമ്മയ്ക്കറിയാം, വന്നവര് ആരാണെന്ന് അമ്മയ്ക്കറിയാം, അമ്മ ആരാണെന്ന് അമ്മയ്ക്കറിയാം. അതായി വിവേചനവും വിവരവും. ആമേൻ. ചിലർക്ക് ആരെ പറ്റി ഒരു വെളിവുമില്ല. ഭർത്താവ് ആരാന്നറിയാൻ മേല, പിള്ളേരേതാന്നറിയാൻ മേല എന്ന് പറഞ്ഞ് ഭർത്താവിനെ അറിയത്തില്ലെന്നല്ല, ഇടപെടാൻ അറിയത്തില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ഭർത്താവിനെ താഴ്ത്തിക്കെട്ടി പറയുന്ന സ്ത്രീകളുണ്ട്. അതും അമ്മയാണ്, കൊച്ചുങ്ങടെ അമ്മ. മിണ്ടുന്നില്ലല്ലോ ആരും. ചില സഹോദരിമാര് ഭർത്താവിന്റെ കുറ്റവും അപാകതകളും നേരെ വന്ന് പാസ്റ്ററോടും ഭാര്യയോടും പറയും. നീ ആയുസ് രക്ഷപ്പെടുകയല്ല. പാസ്റ്ററുടെ വീട്ടിലെ വിശേഷം അവര് പറയാതിരിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അവിടെ ചെന്ന നിന്റെ വിശേഷം, പാസാറിനെ ഭാര്യയെ പേടിച്ച് കിടുകിടുകിടുകിടാന്ന് പുള്ളി ആലില് തുള്ളും പോലെ തുള്ളിയാ നിൽക്കുന്നത്. പുള്ളിക്കാരി ഒരു നോട്ടം നോക്കിയാൽ മതി, അന്നേരം പുള്ളി ആ പുള്ളിയോടാ നീ എന്ന് നിന്റെ വിചാരം. ആട്ടെ, ഇടയ്ക്ക് കയറിയൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. വിവരമുള്ള, വകതിരിവുള്ള, വിവേചനമുള്ള അമ്മ. ആട്ടെ, നമ്മുടെ വിഷയത്തിൽ വരാം. അപ്പൊ ഈ അമ്മ യേശുക്രിസ്തുവിന്റെ അടുക്കൽ അമ്മ വരാനുള്ളതിന്റെ കാരണം, യേശുക്രിസ്തു ആരാണെന്ന് അമ്മയ്ക്ക് നല്ല തിട്ടമുണ്ട്, അമ്മയ്ക്ക് നല്ല അറിവുണ്ട്. അതിന്റെ കാരണം ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിലും 2-ാം അധ്യായത്തിന്റെ 51-ാമത്തെ വാക്യത്തിലും മറിയ ഈ കാര്യമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചെന്ന. വായിച്ചേ മൈക്ക് കൂടെ. മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. അത് 2:19 അല്ലേ? ഇനി 51-ാം വാക്യം വായിച്ചേ. ഇറങ്ങി
നസ്രയത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ആ. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പോൾ ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ യേശുവിന്റെ അടുക്കൽ വന്ന് ഈ കാര്യം പറയാനുള്ള കാരണം യേശു ക്രിസ്തു ആരാണെന്ന് അമ്മയ്ക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ലൂക്കോസ് 2:19, 2:51 ഈ കാര്യങ്ങൾ മുഴുവൻ മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഏത് കാര്യങ്ങളാ? ഞാൻ ആ ഭാഗം പഠിച്ചപ്പോൾ ഒരു 6-7 കൂട്ടം കാര്യം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. 6-ാം മാസത്തിൽ ഗബ്രിയേൽ മാലാഖ നസറേത്തിൽ വന്ന് പറഞ്ഞ കാര്യമെല്ലാം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നിങ്ങളാണ്ട ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 26 മുതൽ 37 വരെയാണ് വായിക്കേണ്ടത്. ഓടിച്ചെന്ന് വായിച്ചോ. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറേത്തെന്ന മിക്കവാറും ഞാൻ അവിടെ നിന്ന് സ്റ്റാൻഡും മൈക്കും എടുക്കും. ഒന്നുകൂടെ വായില്ലേ. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറേത്തെന്ന 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറേത്തെന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷനെ വിവാഹം നിശ്ചയം ചെയ്തിരുന്ന കന്യയുടെ അടുക്കൽ അയച്ചു. അപ്പോൾ ആ 26-ാമത്തെ വാക്യം മുതൽ പഠിക്കുമ്പോൾ മറിയത്തിന്റെ അടുക്കൽ സ്വർഗത്തിൽ നിന്ന് ഗബ്രിയേൽ ദൂതൻ വന്ന സംഭവമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് ഈ ദൂതനും മറിയയും കൂടെയുള്ള സംഭാഷണമാണ്. ദൂതൻ വന്ന് പറഞ്ഞു, കൃപ ലഭിച്ചവള് നിനക്ക് വന്ദനം. വന്ദനം കേട്ട മറിയ ആശ്ചര്യപ്പെട്ടു. അപ്പോൾ ദൂതൻ പറഞ്ഞു, പേടിക്കണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുക, നീ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കും. മറിയ തിരിച്ചു പ്രതിവചിച്ചു, ആമേൻ, പുരുഷനെ അറിയാൻ ഇതെങ്ങനെ സംഭവിക്കും? മറിയേ, ഇത് പുരുഷന്റെ ഇഷ്ടത്താലും മനുഷ്യന്റെ ഇഷ്ടത്താലുമല്ല, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നടലിടും. എന്നിട്ട് പറയുകയാണ്, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അതിന്റെ 31-ാമത്തെ വാക്യം വായിച്ചേ. 31. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും എന്ന് പറഞ്ഞാൽ ദൂതൻ മറിയോട് പറയാ, നീ ഗർഭവതിയായി ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേര് വിളിക്കണം. യേശു എന്ന് പറഞ്ഞാൽ രക്ഷിതാവ്. ആമേൻ. ആ പദം 2-ാം അധ്യായത്തിന്റെ 11 കിടപ്പുണ്ട്. ഒന്ന് വായിച്ചോ. ലൂക്കോസ് 2:11. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്. അപ്പൊ ശ്രദ്ധിക്കുക, ആമേൻ. മറിയത്തോട് ദൂതൻ എന്ന് പറയുക, നിന്റെ ഉദരത്തിൽ ഉരുവാകാൻ പോകുന്ന പുരുഷ പ്രജ, ആമേൻ, സാധാരണ പിള്ളാരെ പോലെ അല്ല, അവിടുന്ന് രക്ഷിതാവാ, അവിടുന്ന് രക്ഷിക്കുന്നവനാ, അവിടുന്ന് രക്ഷിപ്പാൻ കഴിവുള്ളവനാ. ആ കാര്യം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതാ ഈ പ്രശ്നം വന്നപ്പോൾ നേരെ രക്ഷിതാവിന്റെ അടുക്ക ചെന്നത്. ഇന്ന് രാത്രി നീ തെക്കോട്ടും കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ടും അറിയാച്ചനെയും തോമാച്ചനെയും അന്ത്രോസിനെയും ഗീവർഗീസിനെയും ആമൻ അവരെ ഇവരെയും തപ്പി നടക്കാതെ നീ ഇന്ന് രാത്രി രക്ഷിതാവിന്റെ അടുക്കവാ. രക്ഷകനായിട്ട് ഒരുവനെയുള്ളൂ, യേശു ക്രിസ്തു മാത്രം, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് ലോകരക്ഷകനാകുന്ന യേശു ക്രിസ്തു. ഇന്ന് രാത്രി ലോകരക്ഷകനാകുന്ന യേശുവിന്റെ അടുക്കൽ വാ. പ്രൈസ് ദി ലോർഡ്. സത്യവചനം കേട്ടു നീവാ, നിത്യജീവൻ നിനക്ക് കിടുമേ. ആമേൻ. സത്യവചനം കേട്ടു നീവാ, നിത്യജീവൻ നിനക്ക് കിടുമേ. ഓ നിന്മരും ജീവ പുസ്തകത്തിൽ
ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഇവിടെ ഒത്തിരി സ്ട്രെയിൻ ചെയ്ത് സംസാരിക്കേണ്ടി വരുന്ന അപ്പൊ ഒന്ന് ഫ്രീ ആക്കിത്താ. എന്നാ കുഴപ്പം എന്നാ? നമുക്ക് എന്നും യോഗമായതുകൊണ്ട് ഈ പ്രസംഗം ഇവിടെ ഇപ്പം കോവിഡ് കഴിഞ്ഞ പിന്നെ ആദ്യമായിട്ടാണ്. നമുക്ക് എന്നും യോഗമാണ്. അപ്പം ഇത് നന്നായില്ലെങ്കിൽ തൊണ്ടയ്ക്ക് പരുവക്കേടാകും. എന്നാലും അത് കൗളി ചെയ്യോ? നോക്കാം. അങ്ങനെ കേട്ടാ നോക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ ഈ അമ്മ യേശുവിൻ്റെ അടുക്കൽ വരാനുള്ളതിൻ്റെ ഒന്നാമത്തെ കാരണം അവിടുന്ന് രക്ഷകനാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ രക്ഷകനാകുന്ന യേശുവിൻ്റെ അടുക്ക വരണം. അവിടുന്ന് മാത്രമാണ് നിന്നെ രക്ഷിക്കുന്നത്. മതം നിന്നെ രക്ഷിക്കത്തില്ല, സംഘടന നിന്നെ രക്ഷിക്കത്തില്ല, നിന്റെ പണം നിന്നെ രക്ഷിക്കത്തില്ല, പൊളിറ്റിക്കൽ ബലം നിന്നെ രക്ഷിക്കത്തില്ല, സാമുദായിക ബലം നിന്നെ രക്ഷിക്കത്തില്ല, നിന്റെ കായബലം നിന്നെ രക്ഷിക്കത്തില്ല. അവൻ രക്ഷിക്കുവാൻ കഴിവുള്ള ഒരുവൻ മാത്രമേ ഉള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ആ യേശുവിൻ്റെ അടുക്കൽ ഇന്ന് രാത്രി വരുന്നെങ്കിൽ സൂക്ഷം, അവിടുന്ന് നിന്നെ രക്ഷിക്കും. സ്തോത്രം. മറിയ ഈ വാർത്തയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഏത്? ഒന്ന്, 6-ാം മാസത്തിൽ ഗബ്രിയേൽ മാലാഖമെന്ന് പറഞ്ഞ ആ കാര്യം ഇതാ, അവിടുന്ന് രക്ഷകനാണെന്ന്. അത് മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 2, മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചത് ഈ ആട്ടിടയന്മാര് വന്ന് പറഞ്ഞ കാര്യമെല്ലാം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ 17 വരെയുള്ള തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ ആട്ടിടയന്മാർ വന്ന് പറഞ്ഞ കാര്യമാണ് ആ കണ്ണികയ്ക്കകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി. അമ്മ മറിയം പ്രസവവേദനയോടെ പല വീടുകളും വാതിലുകളും ഒക്കെ ചെന്ന് മുട്ടി കാണും. ആരും ഇടം കൊടുത്തില്ല. പിന്നെ വേദപഠിതാക്കളിൽ ചില വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചില ചരിത്ര സംഭവങ്ങൾ തെളിയിച്ച് പറയുന്നത് ഒരു കല്ലിടുക്കിൽ ആമേൻ ക്രിസ്തുവിനെ പ്രസവിച്ച സമയത്ത് കല്ലിടുക്കാരെന്നാണ്. അവിടെ പ്രസവിച്ചു, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കൊണ്ടുവന്ന് കിടത്തി. ഈ സന്ദർഭത്തിൽ ആടിനെ തീറ്റുന്ന ഇടയന്മാർ ആടിനെ തീറ്റി അനന്തരം അവർ വെളിംപ്രദേശത്ത് വിശ്രമിക്കുക. ഈ സന്ദർഭത്തിൽ പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു ഗാനാലാപമുണ്ടായി. ആ ഗാനാലാപം, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. സ്വർഗീയ ദൂതന്മാരുടെ ഒരു ഗാനമാണ്. നല്ല പാട്ടാണ്. നമ്മുടെ ഇപ്പോഴത്തെ പാട്ട് പല പാട്ട് പോലെ അല്ല, ഇത് നല്ല പാട്ടാണ്. ഇപ്പോഴത്തെ പാട്ട് ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല, വെറുതെ അലോഗ്യം ഉണ്ടാക്കും. അപ്പം അവിടെ നല്ല പാട്ടുകളാണ് ആ ദൂതന്മാര് പാടിയത്. ആ പാട്ട് 13-ാമത്തെ വാക്യം വായിച്ചേ. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ഒരു ദൈവത്തെ പുകഴ്ത്തി. അടുത്തത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഇനി പാട്ടിന്റെ ഒരു ക്രമം പറയാം. പാട്ടുകളെല്ലാം ദൈവത്തെ പുകഴ്ത്തുന്നതായിരിക്കണം. ചിലർക്ക് യോഗം തുടങ്ങുമ്പോ പാടേണ്ട പാട്ട് എന്നാന്നറിയാൻ മേല, അറിയത്തില്ല. ഇന്നാളെ ഒരു യോഗത്തിന് നമ്മൾ രണ്ടുകൂടെ ഒരു യോഗത്തിന് പോയി. സ്ഥലം ഞാനിപ്പോൾ പറയുന്നില്ല. അവിടുത്തെ നടത്തിപ്പുകാരൻ ഉപദേശി, പുള്ളിക്കും വലിയ വെളിവില്ല, ഈ വെളിവ് കെട്ടതൊക്കെ ഉണ്ട്. എന്നാ വെളിവുള്ള ഒരാളെ പിടിച്ചിരുത്തണ്ടേ. അപ്പോൾ പ്രാർത്ഥന അങ്ങോട്ട് ആരംഭിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരു പാട്ട് പാടാൻ. ആരും പാടുന്നില്ല.
ഒന്നെങ്കിൽ അദ്ദേഹം ഒരു പാട്ട് എടുത്തിടണം, യോഗം തുടങ്ങുകയല്ലേ. അല്ലെങ്കിൽ ആ കൂട്ടായ്മയിൽ പാട്ട് പാടാൻ അറിവുള്ള പക്വതയുള്ള ഏറെക്കുറെ ഒരു ട്യൂണുമൊക്കെ ഉള്ള ഒരാളെ പരമേൽപ്പിക്കണം. അതില്ലെങ്കിൽ ഇതുപോലത്തെ പാട്ടുകാരെ ആരെയും രണ്ടുപേരെ വിളിക്കണം. അതൊക്കെ അല്ലേ അതിൻ്റെ ക്രമം. പുള്ളി പറഞ്ഞൊരു പാട്ട് പാടാൻ യോഗം തുടങ്ങുക. അന്നേരം ഒരു തള്ള പാടിയ പാട്ട്, ഞാൻ ആ പാട്ടങ്ങ് മറന്നു. ഏത് പാട്ടാണ്? ഒലിവുമല ഒരുങ്ങി. അതാ, നിർമ്മിത കഥയല്ല. യോഗം അങ്ങോട്ട് പ്രാർത്ഥിച്ച് ആരംഭിക്കുക. ഒരു പാട്ട് പാടാന്ന് പറഞ്ഞപ്പോൾ ആരും പാടുന്നില്ല. ആ ഇടയ്ക്കെങ്ങാണ്ടിരുന്നൊരു തള്ള, ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞല്ലോ. ഇതാണോ യോഗാരംഭത്തിന്? അതിന് നിനക്കെന്നെ ഒലിവുമല ഒരു യോഗം ആരംഭിക്കുമ്പോൾ ഈ പാട്ടാണോ പാടുന്നത്? ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പാട്ട് പാടണം. ചിലയിടത്ത് ചില സഭക്കാർക്കും അറിയത്തില്ല, നടത്തിപ്പുകാർക്കും അറിയത്തില്ല, ചിലയിടത്ത് ചില പാട്ടുകാർക്കും അറിയത്തില്ല എന്തുവാ ഇത് പാടണ്ടെന്ന്. ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, അത് ചിലർക്ക് അറിയായിരിക്കും. വായിക്ക് വരുന്നത് ആത്മീയ ശുശ്രൂഷയ്ക്ക് അത് പാടില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പാട്ടായിരിക്കണം. അവരവിടെ നിന്ന് പാടുക, ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു. പണ്ട് മൺമറഞ്ഞ ഇന്ത്യ ദൈവസഭ കേരള റീജിയന്റെ ഒരു ശുശ്രൂഷകനായിരുന്നു പാസ്റ്റർ TC ജോസ് അവർകൾ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വചനം സംസാരിക്കുന്ന മാന്യ ദൈവപ്രവർത്തനായിരുന്നു. അപ്പം അദ്ദേഹം ഒരു സദസ്സിൽ ഇരിക്കുമ്പോഴാണ് പാട്ട് പാടുക. ഒരുത്തം വന്ന് പാടി പാട്ട് ശാന്ത തുറമുഖം അടുത്തു. അതിന് പുള്ളി ചോദിച്ചു, അവൾ അടുത്തു, നീ എവിടെ ആയെന്ന് ചോദിച്ചു. ശാന്ത തുറമുഖത്ത് അടുത്തു. യോഗം തുടങ്ങുമ്പോൾ അതാണോ പാടുന്നത്? അവൻ പാടുക ശാന്ത തുറമുഖം അടുത്ത്. പുള്ളി ചോദിച്ചു, അവൾ ഈ തുറമുഖത്ത് അടുത്തു, നീ ഇപ്പൊ എവിടം വരെ ആയെന്ന് ചോദിച്ചു. ചിലക്ക് ഇതിനെപ്പറ്റി വലിയ വിവരമില്ല. എവിടുന്നാലും രണ്ട് പാട്ട് കിട്ടും, അതുമായിട്ട് അങ്ങ് നടക്കുക. അപ്പം യോഗാരംഭ ഗീതങ്ങൾ, അതാ അകാരാദി നോക്കുമ്പോൾ അറിയാം. ഇനിയിപ്പോൾ ഹെഡിങ് ആണ്, അതൊക്കെ പഠിക്കണം. ഒരു യോഗം പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ഏത് പാട്ടാ? ഒരു ദൈവദാസൻ, ഒരു ദൈവ പൈതൽ പ്രസംഗിക്കുന്നു, ആ പ്രസംഗത്തിന് യോജിച്ച പാട്ടുകൾ ഉണ്ടെങ്കിൽ സന്ദർഭോചിതമായിട്ടൊന്ന് പാടിയാൽ പ്രസംഗിക്കുന്നയാളിനും ആശ്വാസമാണ്. സന്ദർഭോചിതമായിട്ട് ഒരാളൊരു വിഷയം പ്രസംഗിച്ച് തീരുമ്പോൾ ആ വിഷയത്തിന് അനുയോജ്യമായ പാട്ടുണ്ടെങ്കിൽ ഒടുവിൽ ആ പാട്ട് എല്ലാവരോടും ചേർന്ന് പാടിയാൽ ആ യോഗം ഒരനുഗ്രഹമാണ്. എല്ലാത്തിൻ്റെയും സാരം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഗാനങ്ങളായിരിക്കണം. സ്തോത്രം. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഗാനം എന്തും വീണ്ടും അത് പാടുകയല്ല. എന്നിട്ട് നേരെ കയറുന്ന പാടുക, എൻ്റെ വീട്ടിലാകാരം. ആട്ടെ, ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇവിടെ സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അടുത്തത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. അടുത്തത്, ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണമെന്ന് തമ്മിൽ പറഞ്ഞു. അടുത്ത, അവർ ബന്ധപ്പെട്ട് മറിയെയും യോസേഫിനെയും പശുത്തൊടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ പൈതലിനെ പറ്റി സ്വർഗീയ സൈന്യം സംഘം പറഞ്ഞ കാര്യമല്ല, ഈ ആട്ടിടയന്മാര് ഔസേപ്പിനോടും മറിയത്തോടും പറഞ്ഞു. സ്തോത്രം. അവിടെ നിന്ന് ചില കാര്യങ്ങൾ പറയേണ്ടതാ. ആട്ടിടയന്മാരിങ്ങനെ വിശ്രമിച്ച് കിടക്കുമ്പോഴാ ഒരു മിന്നല്, ഒറ്റ മിന്നല്. അത് മത്തായി സുവിശേഷം കൊണ്ടൊക്കെ ചേർത്ത് പഠിച്ചാൽ ഒരു മിന്നല്. അങ്ങനല്ലേ? 8-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. മൈക്ക് കൊണ്ടൊന്ന് വായിച്ചേ. അന്നേ ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രി ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു.
അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന് തേജസ് അവരെ ചുറ്റി മിന്നി. ഒരു തേജസ് മിന്നി. അപ്പം എന്റെ ഭാഷ പറയാ, ഒരു മിന്നല്. ആമേൻ. ഈ ആട്ടിടയന്മാര് കിടന്നിടത്ത് രാത്രി സമയമാ. ആ രാത്രിയിൽ ഒരു മിന്നൽ. ആമേൻ. എന്റെ ഒരു അഭിപ്രായം, ഒറ്റ മിന്നൽ ഉണ്ടായപ്പോഴേ ഇവര് അവിടുന്ന് എഴുന്നേറ്റെന്നുള്ളത്. നമുക്ക് ഇടിമിന്നലേറ്റാ പോലും എഴുന്നേക്കുകയല്ല. ഈ ചിലര് രക്ഷിക്കപ്പെടാൻ ഗുണപ്പെടാൻ ഒരു മിന്നൽ മതി, ആള് ക്ലിയർ ആകും. ചിലതിനെ വെള്ളിടി വെട്ടിയാ പോലും അവിടെ നിന്ന് അങ്ങനെ അവർ പറഞ്ഞതൊക്കെ ഉള്ളതാ. പിന്നെ ഒറ്റ മിന്നലിന് കാര്യം റെഡിയായി. ഈ ചിലര് ഗുണപ്പെടാൻ ഒരു മിന്നൽ മതി. എന്നാ ചിലർ എഴുന്നേക്കാൻ മിന്നൽ കൊടുത്താൽ ഒക്കത്തില്ല. അതല്ലേ വിദ്വാൻമാർക്ക് മിന്നൽ കൊടുത്താൽ അവര് ഏക്കുകയല്ല. അവര് പേര് തന്നെ അറിയാം, വിദ്വാൻമാരാ. അവർക്ക് മിന്നലുണ്ടായ അവര് നമ്മൾ പറയാ, തങ്കച്ചാ എനിക്ക് മിന്നലുണ്ടായി. പിന്നെ മിന്നലിന്റെ ഗ്രീക്ക് എന്നാ? മിന്നലിന്റെ മൂലഭാഷ. മിന്നൽ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? പഴയ നിയമം പഠിക്കുമ്പോൾ ആർക്കെങ്കിലും മിന്നിയിട്ടുണ്ടോ? അപ്പോസ്തലന്മാരുടെ കാലത്ത് മിന്നൽ നടന്നതായിട്ട് രേഖകൾ വല്ലോ ഉണ്ടോ? മിന്നലിന്റെ ഹീബ്രു നമ്മൾ കുഴഞ്ഞു പോവുകയേ ഉള്ളൂ. അവർ അംഗീകരിക്കുകയല്ല. അപ്പൊ അവരെയും ദൈവത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് മിന്നൽ എന്ന് പറഞ്ഞാൽ വിദ്വാൻമാരെ ഏക്കുകയല്ല. അതുകൊണ്ട് വിദ്വാൻമാരുടെ ജ്ഞാനവും നിലയനുസരിച്ച് തമ്പുരാൻ അവർക്ക് നക്ഷത്രം കാണിച്ചു കൊടുത്തു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യന്തം ഈ ഓരോരുത്തരെയും ദൈവത്തിനറിയാ ഏത് വിധത്തിൽ കൊണ്ടുവരണമെന്ന്. ആട്ടെ, നമ്മുടെ വിഷയം ആട്ടിടയന്മാരാ. ഈ ആട്ടിടയന്മാര് വെളിമ്പ്രദേശത്ത് ആടിനെ തീറ്റി ഇങ്ങനെ വിശ്രമിക്കുമ്പോഴാണ് ഒരു മിന്നൽ. സ്തോത്രം. ആ മിന്നൽ ഉണ്ടായപ്പോൾ അവരവിടെ എഴുന്നേറ്റു. ദൂതസംഘത്തിന്റെ ഗാനാലാപം കേട്ടു. ഉടനെ അവർ തമ്മിൽ പറഞ്ഞിട്ട് നമുക്ക് ബേത്ലഹേമോളം ചെന്ന് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് കണ്ടേച്ചു വരണം. അങ്ങനെ ആട്ടിടയന്മാർ സൂക്ഷം ബേത്ലഹേമിൽ വന്നപ്പോൾ അമ്മയെയും ശിശുവിനെയും എല്ലാം കണ്ട് കർത്താവ് തങ്ങളോട് പറഞ്ഞത്, ആ ദൂതസംഘത്തിന്റെ ഗാനാലാപത്തിൽ പറഞ്ഞ കാര്യം മുഴുവൻ അവിടെ അറിയിച്ചു. ആമേൻ ജീസസ്. എന്തുവാ അവിടെ ദൂതസംഘം പറഞ്ഞു തന്നതാ? ആ 10-ാം വാക്യം വായിച്ചേ. 10-ാം വാക്യം. അവർ ഭയവരസരായി തീർന്നു. ദൂതൻ ആട്ടിടയന്മാരോട് ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായിട്ടൊരു ശിശു ജനിച്ചിരിക്കുന്നു. ആ ശിശുവിന്റെ വിശേഷത എന്തെന്ന് ചോദിച്ചാൽ, സർവജാതികൾക്കും സർവമനുഷ്യർക്ക് ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ക്രിസ്തു. ആ കാര്യം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ, ഈ കല്യാണ വീട്ടിൽ വന്നിരിക്കുന്ന യവൻ ഞാൻ പ്രസവിച്ചതാ, പക്ഷെ അതിലുപരി അവൻ സകല മനുഷ്യർക്ക് ഉണ്ടാകുവാനുള്ള മഹാ സന്തോഷമാണിവൻ. ഇന്ന് രാത്രി ജീവിതത്തിൽ നിരാശയും തകർച്ചയും അവൻ അപാകതകളും പാളിച്ചകളും വന്നവരോട് പറയട്ടെ, നിനക്ക് സന്തോഷം തരുവാൻ കഴിവുള്ളവനാ ക്രിസ്തു. മിനിഞ്ഞാന്ന് ചിലർക്ക് നല്ല സന്തോഷമായിരുന്നു. സന്തോഷം കൂടി 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 റോഡിൽ കൂടെ നമുക്ക് വണ്ടി പോലും ഓടിക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്തോ ഒരു വിനയമായിട്ടാ ചില സ്ഥലത്ത് ആൾക്കാർ ലൈനായിട്ട് നിൽക്കുന്നേ, സന്തോഷം വരുത്താനാ. ഗവൺമെന്റും അതിന് അനുകൂലമാണ്. അങ്ങനെയും കുറെ പേർക്ക് സന്തോഷം വരട്ടെ. മനസ്സിലായി കാണും. എന്നെ കേൾക്കുന്ന സ്നേഹിത, മദ്യം നിനക്ക് സന്തോഷം വരത്തില്ല. മദ്യം നിന്നെയും നിന്റെ കുടുംബത്തെ നശിപ്പിക്കും. സ്തോത്രം. അത് മാത്രമല്ല, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. സ്തോത്രം, സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? മദ്യം നിനക്ക് സന്തോഷം തരത്തില്ല, നിന്നെയും നിന്റെ കുടുംബത്തെയും നശിപ്പിക്കും. അതിന്റെ പുസ്തകത്തിലേക്കുന്ന ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് കഞ്ചുമപ്പ്, ആവലാതി, ആർക്കാ? മദ്യം ആർക്കാന്ന്? സ്തോത്രം.
പണ്ട് ആശാരിപദേശി പാടുന്ന ഒരു പാട്ടുണ്ട്. അതിൻ്റെ എല്ലാ വരികളും ചിലർക്ക് ഇഷ്ടപ്പെടുകയില്ല. എന്നിരുന്നാലും ഒന്ന് രണ്ട് പ്രയോഗം നല്ലതാണ്. കള്ളടിച്ചു പള്ളം വീർത്ത് കാച്ചില്ലാതെ റോഡു നീൾ തെരുവ് തണ്ടി തിരയുവതും ശരിയോ തെറ്റോ. കള്ളടിച്ചു പള്ള വീർത്തു കാച്ചില്ലാതെ റോഡു നീൾ തെരുവ് തണ്ടി തിരയുവതും ശരിയോ തെറ്റോ. വേല ചെയ്തു വിയർപ്പൊഴുക്കി കൂലി ചോദിച്ചാലുടനെ പോകണമെന്നോതുവതും ശരിയോ തെറ്റോ. ജോലി ചെയ്ത് വിയർപ്പൊഴുക്കി കൂലി ചോദിച്ചാലുടനെ പോകണമെന്നോതുവതും ശരിയോ തെറ്റോ. ഇത് ശരിയോ തെറ്റോ. പള്ള വീർത്ത് കാച്ചില്ലാതെ റോഡു നീൾ തെരുവ് തണ്ടി തിരയുവതു ശരിയോ തെറ്റോ. പ്രേമമെന്ന പേര് ചൊല്ലി മാനമുള്ള പെണ്ണുങ്ങളെ പെരുവഴിയിൽ അതും ശരിയോ തെറ്റോ. ഇത് ശരിയോ തെറ്റോ. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ അടുക്കൽ അമ്മ വരാൻ കാരണം അവിടുന്ന് മഹാസന്തോഷത്തിന്റെ ഉറവിടമാണ്. അപ്പോൾ ഓർപ്പിച്ചല്ലോ, മദ്യം മനുഷ്യന് സന്തോഷം തരത്തില്ല. അതാണ് സദൃശവാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്. ആർക്ക് കഷ്ടം, ആർക്ക് ആവലാതി, ആർക്ക് കൺചുമപ്പ്, ആർക്ക് അനാവശ്യമായ മുറിവ്. വായിച്ചേ 23-ാം അധ്യായത്തിന്റെ 29 മുതൽ വായിച്ചേ. ആർക്ക് കഷ്ടം, ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം, ആർക്ക് കലഹം, ആർക്ക് ആവലാതി, ആർക്ക് അനാവശ്യമായ മുറിവുകൾ, ആർക്ക് കൺചുവപ്പ്. അപ്പൊ ഇത് കഷ്ടം, സങ്കടം, കലഹം, ആവലാതി, അനാവശ്യമായ മുറിവ്, കൺചുമപ്പ്. 5-6 കൂട്ടം കാര്യമാണ്. ആർക്കാണെന്നറിയാവോ? അതിന്റെ ആളിന്റെ പ്രകൃതിയും പേരും താഴെയുണ്ട്. വായില് വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും, മദ്യം രുചിച്ചു നോക്കുവാൻ പോകുന്നവർക്കും തന്നെ. കണ്ണ് കിള്ളി പൊളിച്ച ഉടനെ നീ നേരെ നമ്മുടെ സ്ഥലത്തിന്റെ പേരിനെ മേടിക്കാൻ പോകുന്ന ബിവറേജ്. നിന്റെ ആ കണ്ണും നോട്ടം കാണുമ്പോൾ അറിയാം നീ കഴിഞ്ഞ ആഴ്ചയും പോയേച്ചാ. അപ്പൊ ഈ കഷ്ടം, സങ്കടം, കലഹം, ആവലാതി, അനാവശ്യമായ മുറിവുകൾ, കൺചുമപ്പ്, അത് വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും മദ്യം രുചി നോക്കുവാൻ പോകുന്നവർക്കും തന്നെ. അടുത്തത് വീഞ്ഞ് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും, വീഞ്ഞ് ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നു നീ നോക്ക. കണ്ടോ? വീഞ്ഞ് ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നു നീ നോക്കരുത്. നീ നോക്കി നിൽക്കുക പോലും അരുതെന്നാ. ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും. നീ അതിന്റെ വാതിലൊക്കെ പോയി ഇങ്ങനെ നോക്കി നിൽക്കുക. കലിങ്ക കയറിയിരിക്കുക, ആരൊക്കെയാ മേടിച്ചോണ്ട് പോകുന്നെന്ന്. എന്നിട്ട് അവനെ ഷൂള പഠിച്ചേക്കും. എങ്ങനുണ്ട്? അത് നോക്കുക പോലും അരുതെന്ന. ഒന്നുകൂടെ ആ വാക്യം വായിച്ചേ. വീഞ്ഞ് ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നതും രസമാ. മൈക്ക് കൂടെ വായിക്കേ.
ഞാൻ തന്നെ വായിക്കാം. ഞാനാന്നല്ല ഇതെല്ലാം ഒപ്പിച്ചത്. വീഞ്ഞ ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. ഒടുക്കം അത് സർപ്പം പോലെ നിന്നെ കടിക്കും. സർപ്പം പോലെ നിന്നെ കടിക്കും. പിന്നെ അണലി പോലെ കൊത്തും. അണലി പോലെ നിന്നെ കൊത്തും. നിന്നെ കൊത്തും, നിന്റെ കുടുംബത്തെ മുഴുവൻ കുത്തും. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ വിഷയത്തിൽ നീ വിടുതലെടുക്കണം. കൊത്തും. അടുത്തത്, നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും. നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും. അടിച്ച് കിറുകി കഴിയുമ്പോ പിന്നെ നീ വീട്ടിലുള്ള നിന്റെ പെമ്പിളെ നോക്കുകയല്ല, അങ്ങേപ്പുറത്തെ ഏലിക്കുട്ടിയെ നോക്കും. ഇതകത്ത് എന്നാ ഇങ്ങനാന്ന്. റോഡിന് വീതി ഉള്ളതുപോലെ തോന്നും. പണ്ടൊക്കെ ഇതിന്റെ പേരുണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനത്തെ പേരില്ല. പോസ്റ്റേ കയറി. കാരണം ഇത് കുടിച്ചു കഴിഞ്ഞാൽ വേറെയൊക്കെ പേരുണ്ടായിരുന്നു. ആനയെ മയക്കി. ചില സാധനം അടിച്ചാൽ അവൻ മയങ്ങി കിറങ്ങി അവിടെ കിടക്കുക. 2-3 ദിവസം കഴിഞ്ഞ് നിങ്ങളെല്ലാം പരിശുദ്ധരാ, ഒന്നും അറിയാൻ മേല. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇത് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും രുചിക്കുന്നതും ഒന്നും നീ കാണരുത്, നോക്കരുത്. ഒടുവിൽ അണലി പോലെ നിന്നെ കൊത്തും. സ്തോത്രം. നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും. പിന്നെ നിന്റെ ഹൃദയം വക്രത പറയും. വക്രത പറയും. ഇത് കിട്ടാൻ വേണ്ടി വക്രത പറയും. ചില പറയും, ചേട്ടാ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായി, എനിക്ക് എന്തേലും വക്രത കണ്ടോ? മനസാക്ഷിയുള്ളവനാണ്. അയ്യോ 2 ദിവസമായിട്ട് ആ ചെറുപ്പക്കാരൻ ഭക്ഷണം കഴിക്കാതെ നടക്കുക. ഉടനെ കീശക്കായിട്ട് 200 രൂപ. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞ് വേറെ കടയിൽ നിന്ന് സാധനം മേടിച്ച് തിരിഞ്ഞു വരുമ്പോൾ അവൻ കിറിയും തൂത്തോണ്ട് വരുന്നു. വക്രത വക്രത വക്രത. അടുത്ത കാലത്ത് ഒരാൾ വന്ന് പറഞ്ഞു, എൻ്റെ ഭാര്യ അഡ്മിറ്റാ, എന്തേലും തരാൻ. വക്രതയാ. വേറൊരാൾ പറഞ്ഞു, കൊടുക്കരുത്, അവന് കുടിക്കാനാന്ന്. വക്രത കണ്ടോ? ഇപ്പൊ എനിക്ക് കളിപ്പീര് പറ്റിയത് കൊണ്ട് ഇപ്പൊ ഞാൻ പറയും, വിശന്നാ വരുന്ന പറയും, അണ്ടാ ഹോട്ടലിലോട്ട് കയറി ആവശ്യത്തിന് മേടിച്ച് കഴിച്ചോണം. ഇഷ്ടംപോലെ. ഞാൻ ഈയിടെ രാവിലെ വീടിന്റെ വാതിൽ കയറുന്നപ്പോൾ ഒരച്ചായൻ, പുള്ളി ഇന്നാളൊന്ന് വന്നതാ, ഈ അടുത്ത സമയത്ത് വന്നു. ഭാര്യയ്ക്ക് സീരിയസ് ആണ്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യ്, എൻ്റെ കൂടെ വാ, നമുക്ക് എവിടാന്ന് ചോദിച്ചു. മെഡിക്കൽ കോളേജ്, വണ്ടിയിലോട്ട് കയറിക്കോ, നമുക്ക് പോയേക്കാന്ന് പറഞ്ഞു. വെട്ടിനകത്തായി. പുള്ളി അത്ര ഓർത്തില്ല. ഞാൻ പറഞ്ഞു, വണ്ടിയിലോട്ട് കയറിക്കോ, നമുക്ക് പോകാം, ഞാനിവിടെ വന്നൊന്ന് കണ്ട് പ്രാർത്ഥിക്കാം. അയ്യോ, അവക്ക് പ്രാർത്ഥന ഇഷ്ടമല്ലെന്ന്. സീരിയസ് ആയിട്ടോ? അയക്ക് രാവിലെ 7:30 ആയപ്പോ കിളികിലാന്ന് വെറുതെ. അപ്പൊ ആരാണ്ട് പറഞ്ഞു കൊടുത്താണ്ട് അവിടെ ഒരു വെള്ളം ഇട്ടൊരു ഉപദേശമുണ്ട്, എല്ലാണ്. ഇയാള് പണ്ടെന്നെ ഒന്ന് കളിപ്പിച്ചതാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വണ്ടിയിലോട്ട് കയറിക്കോ, നമുക്ക് പെട്ടെന്ന്. വക്രത. ഈ അടുത്ത സമയത്ത് പുള്ളി അവിടെ വന്നപ്പോ ഞാൻ വാതിൽ കയറുമ്പോൾ പെട്ടെന്ന് കൊണ്ട് തിരിഞ്ഞങ്ങ് പോയി. വക്രത വക്രതയാണ്. അപ്പൊ ഇത് വക്രത പറയും. അടുത്ത വാക്യം വായിച്ചത് വക്രത. എത്ര വാക്യം വന്നോ? ഞാനല്ലേ മുമ്പ് അങ്ങോട്ട് പറഞ്ഞത് 23-ന്റെ 29 മുതൽ താഴോട്ടാണ്. പിന്നെ എന്നോട് എത്രയാന്ന് ചോദിച്ചത്? അതോ അടിച്ചു കിറങ്ങിയിരിക്കുകയാണോ? 33-ാം വാക്യം വായിച്ചേ. നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും. നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും. പിന്നെ നിന്റെ ഹൃദയം വക്രത പറയും. നിന്റെ ഹൃദയം വക്രത പറയും. വക്രത പറയും. ഇത് കിട്ടാൻ വേണ്ടി എന്ത് സൂത്രം നീ പറയും? അടുത്തത് വായിച്ചാ മാമേ. നീ നടുക്കടലിൽ ശയിക്കുന്നവനെ പോലെ, നീ നടുക്കടലിൽ ശയിക്കുന്നവനെ പോലെയും പാമരത്തിന്റെ മുകളിൽ ഉറങ്ങുന്നവനെ പോലെയും ആകും. അടുത്തത്, അവർ എന്നെ അടിച്ചു. അയ്യോ, അവരെന്നെ അടിച്ചു, എനിക്ക് നൊന്തില്ല. അവരെന്നെ തല്ലി, ഞാൻ അറിഞ്ഞതുമില്ല. ഞാൻ എപ്പോൾ ഉണരും. ഞാൻ എപ്പോൾ ഉണരും. ഞാൻ ഇനി അത് തന്നെ തേടു എന്ന് പറയും. ഇനിയിപ്പോ നിന്നെ പറ്റി എന്നാ പറയാനാ? സ്തോത്രം. ഇന്ന് രാത്രി മദ്യപാനത്തിന്റെ പിടിയിൽ അകപ്പെട്ട നിനക്ക് വിടുതൽ തരുവാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ, നസറായനാകുന്ന യേശു ക്രിസ്തു.
ഇന്ന് രാത്രി അവിടുത്തെ പാദപീഠത്തിൽ നീ സമർപ്പിച്ചാൽ പലർക്കും ആഗ്രഹമുണ്ട് ഇത് നിർത്തണം, ഇത് ഉപേക്ഷിക്കണം, ഇത് വർദ്ധിക്കണം, പക്ഷേ സാധിക്കുന്നില്ല. ആ ഒരു ശക്തി നിന്നെ വീണ്ടും വീണ്ടും ഇതിലേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ ഇന്ന് രാത്രി അങ്ങനെയുള്ള സാത്താന്യ ശക്തിയെ തകർക്കുന്ന ദൈവശക്തിക്ക് നീ വശംവദപ്പെട്ട് കൊടുക്ക്. യേശു നിന്നെ രക്ഷിക്കും. അപ്പോൾ മദ്യം നിനക്ക് സന്തോഷം തരികയില്ല. അതുകൊണ്ട് മദ്യത്തിന്റെ പുറകെ ഇനിയും പോകരുത്. സ്തോത്രം. നീ ആ മദ്യത്തിന് ചെലവാക്കുന്ന കാശ് അത് നിന്റെ വീട്ടിലൊന്നും ഉപയോഗിച്ചേ. മോനോ മോക്കോ ഒരു ജോഡി ഡ്രസ്സും മേടിച്ച്, സാരി ആന്നെ ഒരു സാരി മേടിച്ച് കൊടുത്ത്, വീട്ടിൽ കടിക്കാനുള്ളതെല്ലാം മേടിച്ച്, നിനക്ക് ഒരു നല്ല ഷർട്ടുമൊക്കെ എടുത്ത്, ഇതിന്റെ കാശ് മതിയല്ലോ. മാത്രമല്ല നിനക്ക് പെൺപിള്ളേരാണെങ്കിൽ ആ മദ്യത്തിന് ചെലവാക്കുന്ന പൈസ അതങ്ങ് നിർത്തിയിട്ട് അത് ഒന്ന് ബാങ്കിൽ ഇടുകയോ അല്ലെ സൂക്ഷിച്ചു വെക്കുകയോ ചെയ്താൽ പെണ്ണ് പ്രായമായി വരുമ്പോ നീ ആരോടും തെണ്ടേണ്ടത് വരികയല്ല. മനസ്സിലായോ? അല്ലെ നീ പറയും കുണ്ണൂസിലൊന്ന് എഴുതടി, നീ എഴുത്, നീ അല്ലേ സഭയിൽ പോകുന്നത്, നീ എഴുത്. നിങ്ങളുടെ ബെന്തിക്കോസുകാര് ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. മനസ്സിലാകുന്നില്ല. മദ്യം നിനക്ക് സന്തോഷം തരികയല്ല. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി പരമസന്തോഷത്തിന്റെ ഉറവിടമാണ് യേശു ക്രിസ്തു. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം അത് ദൂതന്മാര് ഈ ആട്ടിടയന്മാരോട് പറഞ്ഞു. ഈ വസ്തുത ആട്ടിടയന്മാർ വന്ന് ആമൻ മറിയത്തോടും യൗസേപ്പിനോടും പറഞ്ഞു. ആ കാര്യവും മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഏത് കാര്യം? ആമൻ ഇവിടെ വന്നിരിക്കുന്ന അവിടുന്ന് എൻ്റെ മകനാണെങ്കിലും അവിടുന്ന് മഹാ സന്തോഷം കൊടുക്കാൻ കഴിവുള്ളവനാ. ജീവിതത്തിന്റെ നിരാശ മാറണമെങ്കിൽ, തകർച്ച മാറണമെങ്കിൽ, പാളിച്ചകൾ മാറണമെങ്കിൽ സന്തോഷത്തിന്റെ ഉറവിടമാകുന്ന യേശു ക്രിസ്തുവിലേക്ക് വരിക. ദൈവത്തിന്റെ രാജ്യം ഭക്ഷണവും പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷം. ഈ സന്തോഷം ദൈവമക്കൾക്കേ ഉള്ളൂ. ദൈവമക്കളെന്ന് ഞാൻ ഉദ്ദേശിച്ച പെന്തിക്കോസുകാരുടെ കാര്യമല്ല. നിങ്ങൾ ഓർക്കരുത് പെന്തിക്കോസുകാരാണ്. പെന്തിക്കോസിൽ എല്ലാവർക്കും ഒന്നും സന്തോഷമില്ല. ഇരിക്കുന്ന കണ്ടില്ലേ? സന്തോഷമൊന്നുമില്ല. പിന്നെ ആർക്കാ സന്തോഷം? പറയാം. രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് തിരുമേശ എടുത്ത് വേർപാട് പാലിച്ച് അനുദിന ജീവിതത്തിൽ മാനസാന്തരപ്പെട്ട് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച്, മനസ്സിലാകുന്നുണ്ടോ? അവരവരാലാവും വിധം വിശ്വസ്തയോടെ നിൽക്കുന്ന ദൈവമക്കൾക്കാണ് സന്തോഷം. ആമേൻ. മനസ്സിലായി കാണും. എല്ലാവർക്കും ഒന്നും ആ സന്തോഷം കിട്ടത്തില്ല. ഈ വിധത്തിൽ നിലനിൽക്കുന്ന ദൈവമക്കൾക്ക് സന്തോഷമാണ്. അവർക്ക് എന്നും സന്തോഷമാണ്. അവരുടെ സന്തോഷം എപ്രകാരമാണ്? സങ്കീർത്തനക്കാരൻ ഒരു പ്രയോഗം പറഞ്ഞിട്ടുണ്ട്. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ തന്നിരിക്കുക. ഹബക്കൂക്ക് പറഞ്ഞു, കന്നുകാലികൾ ഗോശാലകളിൽ കണ്ടെന്ന് വരികയല്ല, അത്തിവൃക്ഷം തളർത്തെന്ന് വരികയല്ല, മുന്തിരിയിൽ ഫലം കണ്ടെന്ന് വരികയല്ല, പക്ഷെ ഞാൻ യഹോവയിൽ ആനന്ദിക്കും. യഹോവയാകുന്ന യാഗന്റെ ബലമാ ആത്മിക സന്തോഷം യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ്. അത് അനുഭവിച്ച പൗലോസ് പറയുക, സന്തോഷിപ്പീൻ, കർത്താവിൽ സന്തോഷിപ്പീൻ, പിന്നെയും സന്തോഷിപ്പീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാ. ഇന്ന് രാത്രി പൂർണ്ണ സന്തോഷം വേണമെങ്കിൽ അത് യേശുവിന്റെ അടുക്ക വരണം. മൂത്താമ്പാക്കലെ ഉപദേശി പാടിയ ഒരു പാട്ടുണ്ട്. ഈ ഭൂമിയിൽ ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ സ്വർഗത്തിൽ എത്രയോ ആനന്ദമേ. ഈ ഭൂമിയിൽ ഇത്രയോ സന്തോഷമുണ്ടെങ്കിൽ സ്വർഗത്തിൽ എത്രയോ ആനന്ദമേ. ഓ മാതാവിൻ മക്കളിൽ ബന്ധുക്കളിൽ പോലും കാണാവാതല്ലാത്തൊരാനന്ദമേ. മാതാവിൻ മക്കളിൽ ബന്ധുക്കളിൽ പോലും കാണാവാതല്ലാത്തോ. ഓ ഈ മൺശാരി
ഉടയുന്ന നേരത്ത് വിൺശരീരം നമുക്കേകിടുമേ. ഈ മൺശരീരം ഉടയുന്ന നേരത്ത് വിൺശരീരം ആനന്ദം ആനന്ദം ആനന്ദമേ ബഹു സന്തോഷം നൽകുന്നു ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ. ഓ എപ്പോഴും സന്തോഷം സന്തോഷം നൽകുന്ന ആനന്ദമേ പരമാനന്ദമേ. എപ്പോഴും സന്തോഷം സന്തോഷം നൽകുന്ന ആനന്ദമേ പരമാനന്ദമേ. ഒരു സന്തോഷമില്ലാതാ പാടിയത്, ഞാൻ കണ്ട്. ഒരു സന്തോഷമില്ല, വലിയ പിടികുടിക്കകത്ത് വീണതുപോലെ പാടുന്നത്. എപ്പോഴും സന്തോഷം സന്തോഷം. ഈ ഭൂമിയിൽ പൂർണ്ണ ആനന്ദമുള്ളത് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്കാണ്. ആ സന്തോഷം യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ്. അപ്പോൾ മറിയം ഈ പ്രശ്നത്തിന്റെ നടുവിൽ യേശുവിന്റെ അടുക്കൽ വരാൻ കാരണം അവിടുന്ന് ആരാണെന്ന് അമ്മയ്ക്ക് നല്ല ഉറപ്പുണ്ട്. സ്തോത്രം. ഒന്ന്, അവിടുന്ന് രക്ഷിതാവാ. സ്തോത്രം. രണ്ട്, അവിടുന്ന് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാ. ഈ കാര്യങ്ങളാ ആട്ടിടയന്മാര് വന്ന് ആമൻ മറിയത്തോട് പറഞ്ഞു. അത് മുഴുവൻ മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. സ്തോത്രം. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവാ. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവാ. പത്തിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, കിടപ്പും കണ്ടു ഞാൻ നമിക്കുന്നേ സിയോൻ മണവാളനെ. ശ്രീനരപതിയേ സിയോൻ മണവാളനെ. ശ്രീനരപതിയേ സിയോൻ മണവാളനെ. ശ്രീനരപതിയേ സിയോൻ മണവാളനെ. നാശപാത്രമായ ലോകം ആരെയും പരിപരിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീനരപതിയേ സിയോൻ മണവാളനെ. ശ്രീനരപതിയേ സിയോൻ മണവാളനെ. ശ്രീനരപതിയേ സിയോൻ മണവാളനെ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. അപ്പം മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഒന്ന്, 6-ാം മാസത്തിൽ ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞ കാര്യം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അവൻ രക്ഷിതാവാണ്. ആ സന്ദർഭത്തിൽ യേശുക്രിസ്തുവിന്റെ തിരുപ്പറവയോടുള്ള ബന്ധത്തിൽ ആട്ടിടയന്മാർ വന്ന് പറഞ്ഞ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അവിടുന്ന് നിത്യ സന്തോഷമാണ്. 3, വിദ്വാൻമാര് വന്ന് പറഞ്ഞ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അത് 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള തിരുവെഴുത്തുകൾ, ലൂക്കോസ് 2-1 മുതൽ 11 വരെയുള്ള തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ വിദ്വാൻമാര് വന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്തുവാ ഈ വിദ്വാൻമാര് വന്ന് പറഞ്ഞത്? ആ വിദ്വാൻമാര് പറഞ്ഞ കാര്യങ്ങൾ പല കാര്യങ്ങളുണ്ട്. 1-2 കാര്യം ആ പറഞ്ഞത്. ഒന്ന്, ഈ കിടക്കുന്ന ശിശു അല്ലെങ്കിൽ ഈ കാണുന്ന ശിശു യഹൂദന്മാരുടെ രാജാവാണ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വ്യക്തിയല്ല. യേശു അവിടുന്ന് രാജാതിരാജാവാ. ഈ കാര്യം മറിയ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. അതല്ലേ വിദ്വാൻമാർ വന്ന് ചോദിക്കുക, ആ ഹെരോദാവിനോട് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? വായിച്ച 2-1. മൈക്ക് കൂടെ വായിക്കും. ആ കാലത്തെ ലോകമൊക്കെയും പേർ വഴി ചാർത്തേണമെന്ന് ഔഗുസ്തസ് കൈസരുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. എന്നാ കൈസര? ഔഗുസ്തസ്. ഒന്നുകൂടെ വായിച്ചോ.
ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തേണമെന്ന് ആ. ഔഗസ്തോസ് കൈസരുടെ ആ. ഒരാജ്ഞ പുറപ്പെട്ടു. ആ. കുറന്യസ് സുറിയനാട് വാഴുമ്പോൾ ആ. ഈ ഒന്നാമത്തെ ചാർത്തലുണ്ടായി. ആ. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് ഇനി നിങ്ങൾ മത്തായി സുവിശേഷം ഇതിനോട് ചേർത്ത് 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യവും കൂടെ മൈക്ക് കൊണ്ടൊന്ന് വായിച്ചേ. ഹെരോദ രാജാവിന്റെ കാലത്ത് ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദിയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം ആ. കിഴക്കുനിന്ന് വിദ്വാൻമാർ കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരൂശലേമിലെത്തി. ആ. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം. നോക്കിക്കേ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? വിദ്വാൻമാർ വന്ന് ഹെരോദാവിന്റെ പാലസ് കയറി ഹെരോദാവിനോട് നേരിട്ട് വയ്ക്കുക, രാജാവായിട്ട് പിറന്നവൻ. ഞാനൊരു എളിയ ചിന്ത പറയാം, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും, എന്നാലും രാജാവ് അന്തം വിട്ട് കാണും. ഞാനറിയാതെ കൊട്ടാരത്തിൽ, ചുരുക്കി പറഞ്ഞാൽ കുടുംബകലകം ഉണ്ടാകാതിരിക്കുന്നത് വളരെ നന്ന്. അയാൾ അന്തം വിട്ടുപോയി കാണും. ഞാനറിയാതെ കൊട്ടാരത്തിൽ രാജാവായിട്ട് പറന്നെന്നോ. പിന്നെ അയാള് കുറച്ച് കൂർമ്മബുദ്ധിക്കാരനാണ്. ആട്ടെ, നമുക്ക് ആ ഭാഗം അങ്ങ് വിട്ടേക്കാം. അപ്പോൾ ഈ വിദ്വാൻമാർ വന്ന് ഈ കാര്യങ്ങളെല്ലാം മറിയത്തോട് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ കാര്യമാണ്, അമ്മയോട് പറഞ്ഞു കാണും, അമ്മേ, ഈ കിടക്കുന്ന കുഞ്ഞ് അല്ലെങ്കിൽ ഈ ശിശു ഒരു സാധാരണ ശിശുവല്ല, അവിടുന്ന് രാജാവാ. ആ കാര്യം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ദൈവത്തിന്റെ മഹത്വം. അതാ പ്രശ്നം വന്നപ്പോൾ യേശുവിന്റെ അടുക്ക വന്നത്. അവിടുന്ന് മാത്രമാ രാജാവ്. ഇനി ഒരു കാര്യം കൂടെ കേറ്റി പറയാ, അവിടുന്ന് ഒരു ഭരണം നടത്താൻ വരുന്നുണ്ട്. അന്ന് ശരിയായ ഭരണമാകൂ. ശരിയാക്കും എന്നൊക്കെ പലരും പറയും. ശരിയാകത്തില്ലെന്ന് ഞാൻ ഉറപ്പിച്ചും പറയാ. ശരിയാകുന്നില്ലെന്ന് കണ്ടോണ്ടിരിക്കുകയല്ലേ. ശരിയായിട്ടൊരു ഭരണം ഇവിടെ ഈ ഭൂമിയിൽ ആര് ഭരിച്ചാലും ഇനി ശരിയാകത്തില്ല. ശരിയായ നിലയിൽ ഒരു ഭരണം നടത്തുവാൻ രാജാവാകുന്ന ഒരുവൻ വെളിപ്പെടാനുണ്ട്. വേട്ടമല പാടിയ ഒരു പാട്ടിന്റെ വരി എപ്പോഴും പാടുന്നതാ. ആ പാട്ടിന്റെ വരി ഇതാ: ഇതുവരെ ഭരിച്ചവരിൽ നിന്നും സ്വർഗസ്ഥനേറ്റെടുക്കും, ഇതുവരെ ഭരിച്ചവരിൽ നിന്നും സ്വർഗസ്ഥനേറ്റെടുക്കും, ഈ ലോകത്തെ ഭരിച്ചിടുവാൻ ശാലേമിൻ രാജാധിരാജൻ വരും. ഈ ലോകത്തെ ഭരിച്ചിടുവാൻ ശാലേമിൻ രാജാധിരാജൻ വരും. സംഗളി പാരിലില്ല, ഈശനി പാരിടം ഭരിച്ചിടുമ്പോൾ. ഈ സംഗളി പാരിലില്ല, ഈശനി പാരിടം ഭരിച്ചിടുമ്പോൾ. കരമുയർത്ത് ദൈവത്തെ സ്തുതിച്ചേ. എനിക്ക് മൈക്ക് അങ്ങോട്ടും എന്താ പറ്റി? മൈക്കിന്റെ അല്ല, എനിക്ക് ഒത്തിരി അങ്ങ് സ്ട്രെയിൻ ചെയ്യാണ്ട് വരും, തൊണ്ട അങ്ങ് പോകുന്നു. ആട്ടെ, ചില കാര്യം കൊണ്ട് ശാന്തമായിട്ട് ചിന്തിക്കാം. സ്തോത്രം. ഇതൊന്ന് നോക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, വിദ്വാൻമാര് വന്ന് പറഞ്ഞ കാര്യം അതില് ഒന്ന്, അവിടുന്ന് രാജാവ്. സ്തോത്രം. അത് മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 2, വിദ്വാൻമാർ വന്ന് പറഞ്ഞ കാര്യം അത് രണ്ടാമത് ഇങ്ങനെ ചിന്തിക്കുന്നതാണ് നല്ലത്. ദൈവത്തിന് മഹത്വം. അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാ. അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാ. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. മൈക്ക് കൂടെ വായിക്കേ. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? മോനെ, അത് ഓണാണോ? എന്നാ അമ്മാമ്മ ഓണാക്കാത്തതാ. ഓണാക്കി വരിക. അപ്പൊ അമ്മാമ്മ തന്നെ ഒന്ന് വായിച്ചേ.
യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടേ. ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടേ അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു. അവന് നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവന് ആരാധനയ്ക്ക് യോഗ്യനാണ്. ഇത് വിവരമില്ലാത്തവരല്ല പറഞ്ഞത്, വിദ്വാൻമാരാ പറഞ്ഞത്. വട്ടനും പൊട്ടനും ചട്ടനും ഒന്നും അല്ല പറഞ്ഞത്, നല്ല അറിവുള്ള വിദ്വാൻമാരാ പറഞ്ഞത്. ഞങ്ങൾ അവന്റെ നക്ഷത്രം കണ്ടു, ആ നക്ഷത്രം കണ്ടപ്പോൾ മനസ്സിലായി അവിടുന്ന് ആരാധനക്ക് യോഗ്യനാ. അതുകൊണ്ട് ഞങ്ങൾ അവനെ ആരാധിപ്പാൻ വന്നിരിക്കുക. യേശു ക്രിസ്തുവാണ് ആരാധനക്ക് യോഗ്യൻ. യേശു ക്രിസ്തു മാത്രമാണ് ആരാധനക്ക് യോഗ്യൻ. ഇത് വന്ന് ഹെരോദാവിനോട് പറഞ്ഞപ്പോൾ ഹെരോദാവ് വിദ്വാന്മാർ പറഞ്ഞല്ലോ, രാജാവായിട്ട് ഒരുത്തം വരും, എന്നെ കൂടാതെ ഒരുത്തം ഭരിക്കും. പുള്ളിയുടെ ന്യൂട്രൽ, പുള്ളിക്ക് ഉടനെ അങ്ങ് ആരാധന കയറി. എനിക്ക് ഒന്ന് ആരാധിക്കണം, നിങ്ങൾ അറിഞ്ഞ സമയമെല്ലാം ടൈം കണ്ടേച്ച് വന്ന് എന്നോട് പറയണം, എനിക്കും ചെന്ന് അവനെ ഒന്ന് ചുമ്മാതാ. ഇപ്പം വെറുതെ വേല ഇറക്കിയതാ, അല്ലാതെ ആരാധിക്കാനൊന്നും. പക്ഷെ പറഞ്ഞു എനിക്കും അവനെ ഒന്ന് ആരാധിച്ചാൽ കൊള്ളാന്ന്. ആ 7-8 വാക്യം വായിച്ചേ. വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച്, ആ വിദ്വാൻമാരെ രഹസ്യമായിട്ട് വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. നക്ഷത്രം തെളിവായ സമയം സൂക്ഷ്മമായിട്ട് ചോദിച്ചറിഞ്ഞു. അടുത്തത് അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിച്ചു. നിങ്ങൾ ചെന്ന ശിശുവിനെ പറ്റി, നിങ്ങൾ പറഞ്ഞ ശിശുവിനെ പറ്റി സൂക്ഷ്മമായിട്ട് അന്വേഷിപ്പീൻ. അന്വേഷിപ്പീൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കാം. ഞാനും ഒന്ന് ആരാധിക്കാം. നിങ്ങൾ അമ്മാമി, നിങ്ങൾ ഇവിടെ ആരാധിക്കുന്നേ? ഞങ്ങള് പുളിക്കാമല്ലേ? എനിക്കും അങ്ങ് തോന്നുക നിങ്ങളുടെ കൂടെ ചുമ്മാതാ, ഇവള് വരാനൊന്നും അല്ല. തമ്പാരടി കേട്ടപ്പോ ഇളക്കം ഉണ്ടായതാ, അല്ല ദൈവത്തെ ആരാധിക്കാനൊന്നുമല്ല. നിങ്ങൾ ഇവിടെ അച്ഛൻ ആരാധിക്കുന്നേ? ഞങ്ങൾ 100 മാറി. അയ്യോ, നിങ്ങൾ പോകുമ്പോ ഞാൻ ഈ വാതൊക്കെ ഇരുന്ന് നോക്കും, എനിക്കും അങ്ങ് തോന്നുക നിങ്ങളുടെ കൂടെ ചുമ്മാതാ. അല്ല, അവരുടെ കാര്യം വിട്. ആരാധനക്കാന്ന് പറഞ്ഞ് ഞായറാഴ്ച വരുന്ന നീ ആരാധിക്കുന്നുണ്ടോ? നിനക്ക് ഹെരോദാവിന്റെ ആത്മാവല്ലേ? ബൈബിള് സിയോങ്കിതാവലി, NIV, KJV, സംഗീത രത്നാവലി, ആത്മീയ ഗാനാവലി, സിയോൻ പ്രയാണ ഗീതങ്ങൾ, ഇതെല്ലാം കൊണ്ടുവന്നേച്ച് വാരതാനിരിക്കും പോലെ ഇരിക്കുക. നിനക്ക് ഹെരോദാവിന്റെ ആത്മാവാ. ഇയാള് ചുമ്മാ പറഞ്ഞത് ആരാധിക്കുമെന്ന്. അങ്ങനെ പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ എങ്ങനെ ചിന്തിച്ചാലും എനിക്ക് വിഷയമല്ല. ഇപ്പൊ ചില ഈ സംഗീത ട്രൂപ്പുകാരൻ കണ്ട് സഭയിൽ വന്നാൽ ഇവർ പലരും ആരാധിക്കത്തില്ല. ഈ മൈക്കും സെറ്റും ഈ ഇണ്ടിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ ഇവരെല്ലാം കൂടെ വെച്ച് നിന്നെ കൊല്ലും ഞാനും ഭാഗം ജീസസ് ജീസസ്. കറണ്ട് വന്നു പോയി, ഇതൊന്നുമില്ലെങ്കിൽ ഇവർ ആരാധിക്കത്തില്ല. കൈയടിക്കത്തുമില്ല, പാടുകയില്ല, പ്രാർത്ഥിക്കുകയില്ല, ആരാധിക്കുകയില്ല. എന്നിട്ട് പിന്നെ ആരാധന ഇപ്പൊ കണ്ടിട്ടുണ്ടോ? കല്യാണത്തിന് ചെല്ലുമ്പോൾ ഒരു പൊപ്പല്ലാത്ത ആരാധനയാണ്. ചുമ്മാ ഇടവേല ഇറക്കരുത്. കല്യാണത്തിന് സഭായത്തിന് ഞായറാഴ്ച വന്നാ നീ ആരാധിക്കാത്ത? കല്യാണത്തിന് വന്നവല്ല ആരാധിച്ചാട്ടെ. ഹിന്ദു കാണും, മുസ്ലിം കാണും, നിരീശ്വരം കാണും, നാനാജാതി മനസ്സര് വരുന്നത് ആ കല്യാണത്തിനും ശവോടക്കിനും. അന്നേരം വന്ന് ആരാധിപ്പിക്കുന്നേ, അന്നേരം വന്ന് ആരാധിപ്പിക്കുന്നേ. എനിക്ക് മനസ്സിലാകുന്നില്ല. ആരാധനയ്ക്ക് നല്ല അവസരം നമ്മുടെ സഭാകോളിലില്ലേ? ഇല്ലേ? ഇപ്പൊ ഇതിനകത്ത് ആരാധിക്കാം. ഇത് ഈ സഭാഹാളാ. കല്യാണം നടക്കുന്നതോ ഏതെങ്കിലും ആഡിറ്റോറിയം അല്ലെ പാരീഷ് ഹാള്. കല്യാണത്തിന് വരുന്നത് പെന്തക്കോസ്തുകാർ മാത്രമല്ലല്ലോ. ആണോ? അല്ല. അക്രൈസ്തവൻ വരും, ഹൈന്ദവ സ്നേഹിതൻ വരും, മുസ്ലിം സഹോദരങ്ങൾ വരും, നിരീശ്വരവാദി വരും, ബ്രദറൻ സഭക്കാർ വരും. അവർക്ക് അന്ന് അന്യഭാഷ കേൾക്കുന്നത് തന്നെ അന്നേരം നീ അവിടെ നിന്ന് നമുക്ക് കരങ്ങൾ വീശി വീശി ദൈവത്തെ ഒന്ന് കൊടുത്ത് എന്നതാണ്. എവിടെ ആരാധിക്കണം, ആരെ ആരാധിക്കണം, എങ്ങനെ, യാതൊരു വെളിവില്ലാതെ നടക്കുന്നത്. പറയുക, അയ്യോ നിങ്ങൾ ആ കുഞ്ഞിനെ കണ്ട ആ സൂക്ഷ്മമായ സമയം വന്ന് എന്നോടൊന്ന്
പറയണം, ഞാനാണെ ആരാധിക്കാതെ ഇങ്ങനെ മുട്ടി നിൽക്കുക. എനിക്ക് ആരാധിക്കാഞ്ഞിട്ട് ഒന്ന് പറയണേ നിങ്ങൾ. എനിക്കൊന്ന് വന്നു വേണമെന്ന് ദൈവത്തെ. ഇവൻ ചുമ്മാ പറഞ്ഞതാ. ഇവൻ ആരാധിക്കാനുമല്ല, ദൈവത്തെ മഹത്വപ്പെടുത്താനുമല്ല. ഇവൻ കൊച്ചിനെ കൊല്ലാൻ സൂത്രം ഒപ്പിച്ചതാ. ഇവൻ കൊച്ചിനെ തട്ടിക്കളയാൻ തന്ത്രം മെനഞ്ഞതാ. പക്ഷെ അവൻ അറിയത്തില്ല അവിടുന്ന് ആരാണെന്ന്. അവൻ അറിയത്തില്ല അവിടുന്ന് ആരാണെന്ന്. അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാ. അവിടുന്ന് അനാദിയായി ശാശ്വതമായുമുള്ളവനാ. അവൻ അവിടുന്ന് തന്നിനാകുന്ന ഏകാധിപതിയാ. അവിടുന്ന് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അവിടുന്ന് മാത്രമാണ് സ്തുതികൾക്ക് യോഗ്യൻ. ഈ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഞാൻ ഇന്ന് 9 മണിക്ക് നിർത്താനാ ചിന്തിച്ചു വന്നത്. കാരണം നാളെ നമുക്ക് സഭായകം ഉണ്ടല്ലോ. അപ്പൊ ഇന്ന് അല്പം നേരത്തെ അങ്ങ് നിർത്തി. നാളെ വേണമെങ്കിൽ നമുക്കൊരു അല്പസമയം കൂടെ മുൻപോട്ട് പോയാൽ കുഴപ്പമില്ല. എന്നാ എന്നാ നിങ്ങളുടെ അഭിപ്രായം പറ. അതല്ലേ ഒരു നല്ല അഭിപ്രായം. നിങ്ങൾ എന്തേലും ഒരു അഭിപ്രായം പറ. ഒരു കാര്യം ചെയ്യേ, ഒരു 9:15 നിർത്തട്ടെ. നിങ്ങൾ എന്തേലും ഒരു അഭിപ്രായം പറ. അതോ ഇപ്പം നിർത്തണോ 9:15 നിർത്തണോ? നിങ്ങൾ എന്തേലും ഒന്ന് പറ. 9:30യോ? അത്ര ഒന്നും വേണ്ട. നമുക്ക് ഒരു 9:15 നിർത്താം. അത് മതി. ഇന്ന് അത് മതി. നാളെ നിങ്ങൾ നേരത്തെ വാ. നമുക്ക് ഇച്ചിരി ഏറെ സമയം പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും വചനം ധ്യാനിക്കുകയും ചെയ്യാം. ദൈവത്തിന് മഹത്വം. ഇന്ന് ഒരു 9:15 നമുക്കങ്ങ് പിരിയാം. കാരണം ഞായറാഴ്ച എല്ലാവർക്കും കൂട്ടായ്മയുള്ളതാണ്. അപ്പം പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അത് തന്നെയല്ല, വൈകിട്ട് ചെന്ന് ഡ്രസ്സ് തേക്കേണ്ടവരുണ്ട്. ബൈബിളും വായിക്കത്തില്ല എങ്കിലും അത് എടുത്തു വെക്കേണ്ടതുണ്ട്. പാട്ടുപുസ്തകം അകാരാദിയൊന്നുമില്ല, എന്നാലും അത് തല്ലിപ്പൊത്തി. അകാരാദിയൊന്നുമില്ലെന്ന് എനിക്കറിയാം. ഇരിപ്പ് കാണുമ്പോൾ അറിയാം. അകാരാദിയും കാണുകയല്ല, ഒരു ഗാദി. അപ്പം എന്നാലും അതെല്ലാം ഒന്ന് എടുത്ത് വെച്ചേ. സ്വോത്രകാഴ്ച കിട്ടുന്ന സഭയാണെങ്കിലേ അതുമൊക്കെ എടുത്ത് സൂക്ഷിച്ച പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഒരു 9:15 നമുക്ക് ഇന്ന് അങ്ങ് നിർത്താം. ദൈവം അനുവദിച്ചാൽ നാളെ നമുക്ക് ഇച്ചിരിയേറെ സമയം കർത്താവ് കരുണ ചെയ്യുകയാണെങ്കിൽ ഒന്നിച്ചു കൂടി ദൈവത്തെ ആരാധിക്കും. അപ്പോൾ മറിയ ഈ കാര്യമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്ത് കാര്യം? ഒന്ന്, അവൻ ഗബ്രിയേൽ മാലാഖവെന്ന് പറഞ്ഞു. അവൻ രക്ഷകനാണ്. അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 2, ആട്ടിടയന്മാര് വന്ന് പറഞ്ഞു ഈ ഇരിക്കുന്നവൻ മഹാ സന്തോഷം തരുന്നവനാ. അതും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. വിദ്വാൻമാര് വന്ന് പറഞ്ഞ കാര്യമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഈ ഇരിക്കുന്ന അവിടുന്ന് രാജാതിരാജാവാ. 2, ഈ ശിശു സാധാരണ ശിശുവല്ല, അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനായവനാ. ഞങ്ങൾ അവനെ ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുക. ഇന്ന് രാത്രി ആരെ ആരാധിക്കണം? യേശുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്? മനുഷ്യനെ, മൃഗത്തെ, പക്ഷിയെ, പൂച്ചയെ, പാറ്റയെ, പല്ലി, കോഴി, കൊക്കും ഒന്നിനെ ആരാധിക്കരുത്. ഈ പ്രകൃതിയെ ആരാധിക്കരുത്. ചരാചരങ്ങളെ ആരാധിക്കരുത്. സൂര്യനെ ആരാധിക്കരുത്. ചന്ദ്രനെ ആരാധിക്കരുത്. നക്ഷത്രത്തെ ആരാധിക്കരുത്. മനുഷ്യനെ ആരാധിക്കരുത്. ആണിനെ ആരാധിക്കരുത്. പെണ്ണിനെ ആരാധിക്കരുത്. സ്തംഭമുണ്ടാക്കരുത്. ധൂപമുണ്ടാക്കരുത്. ഒരു ബിംബമുണ്ടാക്കരുത്. ഒരു വിഗ്രഹത്തെയും ആരാധിക്കരുത് എന്ന് ഈ പുസ്തകം പഠിപ്പിക്കുന്നു. പിന്നെ ആരെ ആരാധിക്കണം? സർവജ്ഞനായ ദൈവത്തെ ആരാധിക്കണം.